നടേശന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സദസ്സിലേക്ക് ഉയർത്തിക്കാട്ടി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നടേശൻ ഈ നാടിലെ ഒരു നല്ല നേതാവാണ്, അദ്ദേഹം പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചതാണ്, മിസ്ഗൈഡ് ചെയ്തതാണ്, മിസ്ലീഡ് ചെയ്തതാണ് എന്നൊക്കെ. അതിനുശേഷം നിങ്ങൾ പറഞ്ഞു അതൊരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് മാത്രം പറഞ്ഞതാണ്, അതിനെ മനസ്സിലാക്കണമെന്ന്. പിണറായി വിജയനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകളിൽ, നിങ്ങൾക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് കേരളത്തിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഈഴവ ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യമാക്കിയാണോ നിങ്ങൾ ഈ ഇത്രയും തരം താഴ്ന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയി ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്ന് ചോദിക്കാതെ വയ്യ. ഈ നാട്ടിൽ സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി കഴിഞ്ഞ ദിവസം നിങ്ങൾ പോകുന്നതിന് തൊട്ട് മുമ്പ് വെള്ളാപ്പള്ളി നടേശനെ വലിയ രീതിയിൽ അനുകൂലിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇടുന്നതും നമ്മൾ കണ്ടതാണ്. എന്താണ് നിങ്ങൾ ഈ നാടിനോട് പറയുന്ന നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? CPM LDF കുറച്ച് നാളുകളായി വെച്ചു പുലർത്തുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പൂഞ്ഞാറിലേക്ക് കൂടി പോകും. നിങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ചേർത്തലയിൽ നിന്ന് വരുമ്പോൾ പൂഞ്ഞാറിൽ ചെന്ന് PC-യുമായും കൂടി ഇങ്ങനെ കൈപൊക്കി കൈ കൂട്ടിച്ചേർത്ത് പിടിച്ച് നാട്ടിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന മറ്റൊരു നേതാവായി PC ജോർജിനെ കൂടി നിങ്ങളങ്ങ് പറയുന്നേ. കാരണം PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാണിച്ച കാലതാമസം, നിങ്ങൾ പോലീസിനെ വെച്ച് നടത്തിയ നാടകാന്ത്യം ഒരു വലിയ രീതിയിലുള്ള ഒരു അറസ്റ്റ് വെറും പേരിന് വേണ്ടി, 2 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷമുള്ള ജാമ്യം, ഇങ്ങനെ മുഴുവനും PC ജോർജിന്റെ കേസിൽ ഓരോ സെക്കൻഡിലും ഓരോ ദിവസത്തിലും ഈ സർക്കാരിനെ വിമർശിച്ചപ്പോൾ പിണറായി എന്ന ഇരട്ടച്ചങ്കന്റെ നിലപാടിലുള്ള മൃദു സമീപനത്തെ ഈ നാട് വിമർശിച്ചപ്പോഴും നിങ്ങൾ സ്ഥിരമായ രീതിയിൽ വെച്ച് പുലർത്തുന്ന ആ ഒരു പുച്ഛഭാവമുണ്ടല്ലോ, ആ ഒരു കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഭാവമുണ്ടല്ലോ, അത് തുടരുക തന്നെ ചെയ്തു. PC ജോർജ് വിഷയത്തിൽ നിങ്ങൾ എന്ത് കാണിച്ചു എന്നും കണ്ടതാണ്. ഇപ്പോഴിതാ ഇത്രയും വലിയ പരാമർശം കേരളത്തിന്റെ മതേതര മണ്ണിൽ മലപ്പുറത്ത് വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തൊട്ടടുത്ത് അതിൻ്റെ ചൂടാറും മുമ്പ് അതിൻ്റെ ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ അലയൊലിയായി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ സമ്മേളന വേദിയിൽ നടേശൻ എന്ന് പറയുന്ന വർഗീയ വിഷം തുപ്പിയ നാവിൻ്റെ ഉടമയെ കൈചേർത്ത് പിടിച്ച് കേരളത്തിൽ ഇങ്ങനെ വലിയൊരു പ്രസ്താവന അരക്കിട്ട് ഉറപ്പിക്കുകയാണ്.